ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ആണ് അവിടെ ഒരു ഓഫീസ് തുടങ്ങുന്നതിന് വേണ്ടി, അവിടെ ലോജിസ്റ്റിക് ഓഫീസ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ടില്ല അവർക്ക് സാധനം കൊണ്ടുവരാനും പിടിക്കാനും മറ്റും ഓഫീസൊക്കെ പ്രവർത്തിക്കാനും, അവിടെ വെള്ളത്തിനും അതുപോലെ വൈദ്യുതിക്കുമുള്ള NOC നൽകിയത് ഈ ഗവൺമെൻറ്റാണ്. അപ്പോൾ അത്തരം പ്രൊസീജിയർ വന്നു. എന്നിട്ടും നമ്മുടെ MLAയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഞങ്ങളത് ആദ്യം MLA തിരുത്തുമെന്നാണ് വിചാരിച്ചിരുന്നത്. കാരണം MLA ഇതിൻ്റെ MDയുമായിട്ടൊക്കെ ചർച്ചയ്ക്ക് പോയിരുന്നു. പത്രവാർത്ത വന്നാണ് നമുക്ക് സംബന്ധിച്ചിടത്തോളം. ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കോപ്പിയും വിശദാംശങ്ങളും MLA കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും ആ പത്രസമ്മേളനം, ആ ചർച്ച നടത്തിയതിന് ശേഷം അദ്ദേഹം പറഞ്ഞ വസ്തുതാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അതാണ് നേരത്തെ അനിൽ പറഞ്ഞത്. ഇതിന് പിന്നിൽ എന്തോ പരിശോധിക്കപ്പെടുന്നു. വെസൽ മാത്രമാണ് നിശ്ചയിക്കുന്നത്, അത് നിർമ്മിക്കുന്നത്. വെസൽ മാത്രമല്ല, ആ DPR നോക്കിയാലും പ്രൊജക്ട് നോക്കിയാലും അല്ല ആർക്കും അറിയാം. ആർക്കും വായിച്ചാൽ മനസ്സിലാവുന്നല്ലോ പ്രൊജക്ടിനെ സംബന്ധിച്ചിടത്തോളം. ഇത് ഘട്ടം ഘട്ടമായി ഇപ്പോൾ ഒരു 1000 കോടി രൂപ കൊടുക്കുകയാണ്. ഈ ഇരിക്കുന്ന ചില ആൾക്കാരടക്കം പങ്കെടുത്തതാണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെന്റ് നടത്തിയിട്ടുള്ള പൊന്നാനിയിലെ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ. നിങ്ങൾ പങ്കെടുത്താണ്, ചില ആൾക്കാരുണ്ടായിരുന്നത്. ആ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ വെച്ചിട്ട് ഇവര് ഈ പ്രൊജക്ട് ഫുള്ളായി കാണിച്ചതാണ്. ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെന്റാണ് ആ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടത്തിയത്. ഈ പ്രൊജക്ടിനെ സംബന്ധിച്ച് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞതാണ്. സംശയം അവിടെ ചോദിച്ചിട്ടുള്ള ആൾക്കാരുടെ സംശയത്തിന് നിവാരണം നടത്തിയതാണ്. അതിനു പുറമെ അവിടെ ആവശ്യപ്പെട്ട പ്രകാരം ഇവിടെ നിന്നുള്ള ക്രൂയിസ് ട്രാവലിന് സൗകര്യമുണ്ടാക്കാൻ ഈ പദ്ധതിയിൽ കൂടെ കഴിയുമോ എന്ന് പൊന്നാനിയിലത്തെ ഒരു മാന്യ വ്യക്തി ചോദിച്ചപ്പോൾ അവർ മറുപടി പറഞ്ഞാണ് അതിനും കഴിയും, കാരണം അതിന്റെ വർത്ത് മതി, വേറൊന്നും ആവശ്യമില്ല. അപ്പൊ ആ ക്രൂയിസ് ട്രാവലിനും സൗകര്യപ്പെടുത്താൻ കഴിയും. ഞങ്ങളെ ഇത് മറ്റേ കപ്പൽ നിർമ്മാണശാല എന്ന് പറഞ്ഞാൽ അത് എല്ലാ വിധത്തിലുള്ള കപ്പൽ നിർമ്മിക്കാനും കഴിയും. അതിനു പുറമെ ഈ ക്രൂയിസ് സൗകര്യം ഉണ്ടാക്കാൻ കഴിയും. ഇത്രയും ബൃഹത്തായ ഒരു പ്രൊജക്ടിന് അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്. ഞങ്ങൾക്ക് അതിനുള്ള സൗണ്ട് ഉണ്ട്, ഫിനാൻഷ്യൽ സൗണ്ട് ഉണ്ട്. ഞങ്ങൾ ടെക്നോളജി അതിനെ സംബന്ധിച്ചിടത്തോളം, അപ്പൊ ടെക്നോളജി അവർക്ക് കൈമാറി കൊടുക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അവർ ആ ഡീറ്റെയിൽസ് പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെ എല്ലാ വിധത്തിലും പരിശോധിച്ചിട്ടാണ് മാരിടൈം ബോർഡ് ഇപ്പൊ ഇവർക്ക് ഇത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹം പറയാണ് ചെറിയ വെസലാണ്, ഇത് പൊന്നാനിക്കാർക്ക് നിർമ്മിക്കാൻ കഴിയുന്നതാണ്. അത്രയും ബാലിശമായ വാദത്തിനൊന്നും ഞങ്ങൾ മറുപടി പറയുന്നില്ല. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു MLA ഉത്തരവാദിത്വത്തോടു കൂടി ഈ കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് പറയേണ്ടതാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ടൊരു വാദം, ഈ നമ്മളെ ബഡ്ജറ്റ് പ്രസംഗത്തിനകത്ത് മിഷൻ സമുദ്ര പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബഡ്ജറ്റ് പ്രസംഗം എന്ന് പറഞ്ഞാൽ പാർട്ട് ഓഫ് ദ ബഡ്ജറ്റാണ്, നമുക്കറിയാം. അതിന് ഫണ്ട് വേണം. ഈ പ്രൊജക്ടിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ ഗവൺമെന്റ് ഇതിനുള്ള മറുപടി നമ്മുടെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി സംസ്ഥാന ഗവൺമെന്റിന് നൽകിയിട്ടുണ്ട്. 4 ദിവസം മുമ്പ് പത്രത്തിനകത്തുണ്ടായിരുന്നത് എൻ്റെ ആ കോപ്പിയുണ്ട്. ആ മറുപടിയിൽ കൃത്യമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ മുമ്പിൽ ഒരു പ്രൊജക്റ്റുമില്ല, ഞങ്ങളുടെ മുമ്പിൽ ഒരു DPR ഇല്ല. എന്താണ് സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊജക്റ്റുമില്ല, ഒരു DPR ഇല്ല. അതുകൊണ്ട് ഞങ്ങളിത് അംഗീകരിച്ചിട്ടില്ല. പത്രത്തിൽ വന്നാണ്. പത്രത്തിന്റെ കോപ്പി വേണമെങ്കിൽ ഇപ്പം തന്നെ തരാം, എൻ്റെ കയ്യിലുണ്ട്. അപ്പോ ഇദ്ദേഹം പറയുന്ന അതുകൊണ്ട് വലിയ ഒരു പോർട്ട് പ്രൊജക്റ്റാണെന്നാണ് പറയുന്നത്. അവർക്ക് നിലവിലുള്ള പോർട്ട് ഡെവലപ്പ് ചെയ്യുന്ന, നിലവിലുള്ള പോർട്ട് പറഞ്ഞാൽ ഫിഷിംഗ് ഹാർബറാണ്. ഇത് രണ്ടും രണ്ടാണ്. നിരവധി ആൾക്കാർക്ക് ജോലി സൗകര്യം ഉണ്ടാവുന്നതാണ്, അനുബന്ധ ജോലികൾ ഉണ്ടാവുന്നതാണ്. ഇതിനെ സംബന്ധിച്ചിടത്തോളം അനുബന്ധ ജോലികൾ വികസിച്ചു കഴിഞ്ഞാൽ വലിയ ജോലികൾ ഉണ്ടാവുന്നതാണ്. ഗവൺമെന്റ് വളരെ സീരിയസ് ആയിട്ടുള്ള രൂപത്തിലേക്ക് ഡിസ്കഷൻ നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടേക്ക് വരേണ്ട പൊന്നാനിയിലെ അതുപോലെ തന്നെ നമ്മുടെ പടിഞ്ഞാറക്കരയുമായി ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ അലൈൻമെന്റ് പോലും മാറ്റിക്കൊടുത്തത്. ആദ്യത്തെ അലൈൻമെന്റ് അല്ല ഇപ്പോ കിഫ്ബിയുടെ മുമ്പിലുള്ളത്. ആ അലൈൻമെന്റ് മാറ്റിക്കൊടുത്ത് ഗവൺമെന്റ് ചർച്ചയിൽ കൂടി. അന്ന് കാരണം ഇത് വലിയൊരു ഇൻഡസ്ട്രിയാണ്, കുറെ ആൾക്കാർ തൊഴിലവസരം ഉണ്ടാവുന്നതാണ്. നമ്മുടെ ആദ്യത്തെ തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ സ്വകാര്യ മേഖലയ്ക്കകത്തുള്ള വ്യവസായങ്ങൾ വന്നേ തീരൂ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന ഒരു വ്യവസായമാണ് ഫ്യൂച്ചറിൽ നമുക്കുള്ളത്. അതുകൊണ്ടാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് സെക്കൻഡ് ഫേസ് തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പൊ ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു വ്യവസായം ഇവിടെ വേണ്ട എന്ന് പറയുന്നത്
ദുഃഖകരമാണ്. ജനപ്രതിനിധികളുടെ ഭാഗത്ത് നിന്ന് അത്തരം കാര്യങ്ങളൊക്കെ വരുന്നത് വളരെ മോശപ്പെട്ട സമീപനമാണ്. ഇതില് UDF ഇദ്ദേഹം പറയുന്നുണ്ട്, പൊന്നാനത്തെ UDF ഇന്നേ വരെ അഭിപ്രായം പറഞ്ഞിട്ടില്ല, ഒരു പത്രത്തിലും എഴുതിയിട്ടില്ല. കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായം പറഞ്ഞിട്ടില്ല, ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. കേരള ഗവൺമെന്റ് ഇത്രയും ചെയ്തിട്ടുള്ള പദ്ധതി സംബന്ധിച്ച് ഗവൺമെന്റിന് വേറെ കമന്റ് വന്നിട്ടില്ല, യാതൊരു കമന്റും വന്നിട്ടില്ല. ഇദ്ദേഹം മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് താല്പര്യം എന്താ? അത് താല്പര്യം പരിശോധിക്കപ്പെടേണ്ട പത്രക്കാർക്ക് പരിശോധിക്കേണ്ട കാര്യങ്ങളാണ് ഇത് സംബന്ധിച്ചിടത്തോളം. മാത്രമല്ല, ഈ പ്രൊജക്ട് വന്നാലുള്ള ഗുണത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ടങ്ങളിൽ പല പത്രങ്ങളും എഴുതിയതാണ്. പിന്നെ ഒരു പത്രത്തിനകത്ത് അടുത്ത ദിവസം വന്നിട്ടുള്ള വാർത്ത, അതിന് ഉന്നതരായ ചില ആൾക്കാരിന് അത് എങ്ങനെ വന്നു പരിശോധിക്കപ്പെടേണ്ടതാണ്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പഠനം നടത്തണം. എന്ത് പഠനമുള്ളത്? പദ്ധതി പ്രൊജക്ട് റിപ്പോർട്ട് മീൻസ് അതാണത്. രണ്ടാമത് ഞാൻ എഴുതി പറഞ്ഞില്ല. രണ്ടാമത് പറയുന്നത് മാരിടൈം ബോർഡ് പിരിച്ചുവിട്ടു, ആ ബോർഡ് അംഗീകരിച്ചിരിക്കുന്നത്. ഉത്തരവാദപ്പെട്ട ഒരു പത്രമാണ് എഴുതുന്നത്. മാരിടൈം ബോർഡ് വഖഫ് ബോർഡിന്റെ ചെയർമാനും മറ്റുള്ള ആൾക്കാരൊക്കെ മാറി നിന്ന് ബോർഡ് പിരിച്ചുവിടാൻ പറ്റുമോ? അതേ ഇത് ഈ തലേ ദിവസം പത്രക്കുറിപ്പ് ഇറക്കിയത് ഞാൻ മാരിടൈം ബോർഡിന്റെ സിഇഒമായിട്ടും അതുപോലെ MDയുമായി ചർച്ച ചെയ്യും. മാരിടൈം ബോർഡ് മീൻസ് ഉദ്യോഗസ്ഥന്മാരല്ല, ഞങ്ങളൊക്കെ ചില ബോർഡിലൊക്കെ വരും, ആ ബോർഡിലും ഗവൺമെന്റ് മാറും, പക്ഷെ ആ സ്ഥാപനം അവിടെ ഉണ്ടാവും. എന്നിട്ട് പറയാം മാരിടൈം ബോർഡ് പിടിച്ചിട്ട് പുതിയ ബോർഡ് വരണം. അങ്ങനെയാണ് പ്രൊജക്ടുകളെ സംബന്ധിച്ചിടത്തോളം എഴുതുന്നത്. അപ്പൊ അത്തരം ബാലിശമായ രൂപത്തിൽ എഴുതിയ പത്രങ്ങളുണ്ട്. ഞാൻ അതിനെ പറ്റി വിഷയത്തിൽ കിടക്കുന്നില്ല. MLA വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ മാറ്റാൻ കഴിയില്ല എന്നാണ് എന്റെ വിശ്വാസം. പക്ഷേ MLA ഇങ്ങനെ പറഞ്ഞിരിക്കൊണ്ട് ഞങ്ങൾക്ക് പറയാം, ഞങ്ങൾ 9ാമത്തെ പത്രസമ്മേളനം അദ്ദേഹം നടത്തിയത്, അപ്പൊ പറയാണ്ടിരിക്കാൻ വയ്യല്ലോ. സാധാരണ വിവരമുള്ള MLA മാരും പറയില്ല, അത്രമാത്രം ഞാൻ പറയുന്നത്. ഈ ഇദ്ദേഹത്തിന് ഇതിനെപ്പറ്റി ഒന്നും പഠിച്ചിട്ടില്ല, പഠിക്കാനല്ലെങ്കിൽ വിവരമില്ല എന്ന് പറയേണ്ടി വന്ന ഗതികേടുണ്ടെങ്കിൽ അത് പോർട്ടാണ്, ഇത് കപ്പൽ നിർമ്മാണശാലയാണ്. ആ പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം അവിടെ മിനി പോർട്ട് നിർമ്മിക്കാനുള്ള ടെൻഡർ കൊടുത്തു. ഞാനതിന് കുറെ മെനക്കെട്ട ആളാ, അവരുമായിട്ട് ഇരുത്തി ചർച്ച ചെയ്ത ആളാ, മുഖ്യമന്ത്രി അടക്കം ചർച്ച ചെയ്ത ആളാ. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചു, കുറെ ശ്രമിച്ചു ഗവൺമെന്റ്. അവർക്ക് അതിന് ഫിനാൻഷ്യൽ സൗണ്ടല്ല. ആ എടുത്ത കമ്പനിയെ സംബന്ധിച്ച് സാമ്പത്തികമായ ശേഷിയില്ല. ഇവിടെ സ്ഥലം വിട്ടുകൊടുത്തല്ലോ, അവർക്ക് സ്ഥലം വിട്ടുകൊടുത്തല്ലോ. അവർ പ്രാഥമികമായി അവിടെ ചില പ്രവൃത്തികളെ സംബന്ധിച്ച് ഓഫീസ് തുടങ്ങിയല്ലോ, അത് വന്നല്ലോ അവര്. പക്ഷെ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തതുകൊണ്ട് അവസാനിപ്പിച്ചതാണ് അത് പോർട്ട്. ഇത് വന്നത് കപ്പൽ നിർമ്മാണശാലയാണ്. അത് രണ്ടും രണ്ടാണ്. അതായത് പറഞ്ഞാൽ അദ്ദേഹം വിഷയം പഠിക്കുന്നില്ല. ആ പ്രൊജക്ട് റിപ്പോർട്ട് നിങ്ങൾക്ക് തരാം, ആ പ്രൊജക്ട് റിപ്പോർട്ട് നിങ്ങൾക്ക് തരാം, ഈ പ്രൊജക്ട് റിപ്പോർട്ട് നിങ്ങൾക്ക് തരാം. ആദ്യഘട്ടത്തില് ഞാൻ MLA ആയ സമയത്ത് ഈ മാരിടൈം ബോർഡിന്റെ ചുമതലയുള്ള പോർട്ട് ചുമതലയുള്ള വാസവ മിനിസ്റ്ററെ വെച്ച് മാരിടൈം ബോർഡിന്റെ ആൾക്കാരായിട്ട് ചർച്ച ചെയ്ത അടിസ്ഥാനത്തിലാണ് ഈ പ്രൊജക്ട് പ്രപ്പോസൽ വന്നത്. അതിനുശേഷം ടെൻഡർ നടപടിയെല്ലാം പൂർത്തീകരിച്ച ഘട്ടത്തിൽ ഇത് സ്പീഡപ്പ് ചെയ്തുകൊണ്ട് വേഗം പ്രൊജക്ട് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി അടക്കമുള്ള ചർച്ചയിൽ ഞാൻ പങ്കെടുത്ത ആളാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി അടക്കം അംഗീകരിച്ചുകൊണ്ടതാണല്ലോ, അന്നത്തെ മുഖ്യമന്ത്രി അംഗീകരിച്ചുകൊണ്ടാണല്ലോ മാരിടൈം ബോർഡിന് പ്രപ്പോസൽ അംഗീകരിക്കാൻ പറ്റുക. എന്നിട്ട് ചീഫ് സെക്രട്ടറി ഒപ്പിടുന്ന ഉദ്യോഗസ്ഥന്മാരാണല്ലോ. നേരത്തെ പറഞ്ഞ പോലെ മാരിടൈം ബോർഡിന്റെ ചെയർമാൻ അല്ലല്ലോ ഒപ്പിടുന്നത് CEO ആണല്ലോ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറോ അല്ലെങ്കിൽ MD ആയിരിക്കും. അത് ഉദ്യോഗസ്ഥ IAS ഓഫീസർമാരാവും ഒപ്പിടുക. ആ IAS ഓഫീസർമാർ ഒപ്പിട്ട കടലാസ് എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ പറയില്ല, അത്രമാത്രമേ ഞാൻ പറയുന്നുള്ളൂ.